ബഹിരാകാശത്ത് കൂട്ടിച്ചേർത്ത സ്പേസ് ഉപഗ്രഹങ്ങളെ വേർപെടുത്തുന്ന പ്രക്രിയയും വിജയിച്ചു. ചന്ദ്രയാൻ 4 ഉൾപ്പെടെയുള്ള ഭാവിയിലെ ബഹിരാകാശ ദൗത്യങ്ങളിൽ നിർണായകമാകുന്ന സാങ്കേതിക മുന്നേറ്റമാണ് ISRO കൈവരിച്ചത്. US, റഷ്യ, ചൈന എന്നിവയ്ക്ക് ശേഷം ഈ നേട്ടം കൈവരിക്കുന്ന 4ാമത്തെ രാജ്യമായും ഇന്ത്യ മാറി. ഡിസംബർ 30-ന് വ്യത്യസ്ത ഭ്രമണപഥങ്ങളിലായി വിക്ഷേപിച്ച സ്പേസ്-01, സ്പേസ്-02 ഉപഗ്രഹങ്ങളെ ജനുവരി 16-നാണ് ബഹിരാകാശത്ത് വെച്ച് കൂട്ടിച്ചേർത്തത്. തുടർന്ന് ഒറ്റ ഉപഗ്രഹമായി പ്രവർത്തിച്ചിരുന്ന ഇവ ഇന്നലെ രാവിലെ 9:15-ന് മൊറീഷ്യസിന് മുകളിൽ എത്തിയപ്പോഴാണ് വേർപെടുത്തിയത്. ബംഗളൂരുവിലെ പീനിയ ISRO ടെലിമെട്രി ട്രാക്കിംഗ് ആൻഡ് കമാൻഡ് നെറ്റ്വർക്കിൽ നിന്ന് 2 ഉപഗ്രഹങ്ങൾക്കും വെവ്വേറെ കമാൻഡുകൾ നൽകി. സ്പേസ്-01 ഉപഗ്രഹത്തിൽ ഘടിപ്പിച്ചിരിക്കുന്ന സ്പേസ്-02-ന്റെ ക്യാപ്ചർ ലിവർ വിടുവിക്കുവാനുള്ള കമാൻഡ് നൽകിയതോടെ ഉപഗ്രഹങ്ങൾ വേർപിരിഞ്ഞു. ഇനി കുറച്ചുകാലം വെവ്വേറെ ദൗത്യങ്ങളിലായിരിക്കുമെങ്കിലും ഇരു ഉപഗ്രഹങ്ങളും പരസ്പരം നിരീക്ഷണ പരിധിയിൽ തുടരും. മേയിലാകും അടുത്ത ഡോക്കിംഗ് പരീക്ഷണം. ഇത്തരത്തിൽ പലതവണ ഡോക്കിംഗ്, ഡീഡോക്കിംഗ് പരീക്ഷണങ്ങൾ നടത്തേണ്ടിവരും.